فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനർവിചിന്തനം ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഈ ഒരു ഖുതുബയിലൂടെ സ്വയം എന്നോടും നിങ്ങളോടും പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആവശ്യപ്പെടുന്ന ഒരു കാര്യം പ്രധാനമായി ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതം ഈ ദുനിയാവിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ആഖിറത്തിന് വേണ്ടിയാണോ ദുനിയാവിന് വേണ്ടിയാണോ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത് എന്ന ഒരു പുനർപരിശോധന ജീവിതത്തിൽ എന്നും അനിവാര്യമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. നിയ്യത്തും ലക്ഷ്യബോധവും മാറിക്കൊണ്ട് ജീവിക്കുന്ന സാഹചര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല, അല്ലെങ്കിൽ അത് ഉചിതമല്ല എന്ന് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാം കൊണ്ട് നമ്മൾ പറയാം, എന്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് പരലോകമാണ് എന്ന് നമ്മൾ നാം കൊണ്ട് സംസാരിക്കുന്നുണ്ടാവാം. പക്ഷേ ജീവിതത്തിൽ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നിടത്ത് നമ്മൾ എവിടെയാണുള്ളത് എന്ന് സ്വയം നമ്മുടെ കൽബിനോട് നമ്മൾ ചോദിക്കണം. രാവിലെ സ്കൂളിലേക്ക് ബാഗ് തോളിലേക്ക് പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനോട് ചോദിക്കാം, മോനെ നീ എന്തിനാണ് പോണത്? പഠിക്കാനാണെന്ന് അവനൊരു ലക്ഷ്യമുണ്ട്. പഠനം പൂർത്തിയായി അവന്റെ ഭാവി കാലത്തെ കുറിച്ച് ചോദിച്ചാൽ അവന് കൃത്യമായ ഒരു ധാരണ അവന്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ ഇന്ന രൂപത്തിലാവണം. ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ അവൻ ചെയ്യുന്ന ജോലിയെ സംബന്ധിച്ച്, അവൻ ചെയ്യുന്ന പണിയെ സംബന്ധിച്ച് അവന് ലക്ഷ്യബോധമുണ്ടെങ്കിൽ
സഹോദരങ്ങളെ, നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമുക്ക് വേണ്ടതെല്ലാം ഈ ഭൂമിയിൽ സംവിധാനിച്ചു തന്ന ലോകത്തിന്റെ രക്ഷിതാവ് ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ചപ്പോൾ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്ത ചില ലക്ഷ്യബോധങ്ങളുണ്ട്. അല്ലാഹ് പറഞ്ഞു തന്ന ലക്ഷ്യബോധം. ആ ഓർമ്മയും ആ ബോധവും നമ്മുടെ കൽബുകളിൽ നിന്ന്, മനസ്സുകളിൽ നിന്ന് ഇല്ലാതെയാവുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തിനാണ് നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ നൽകുന്നിടത്ത് കാണാം, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറുസ് സബീൽ. ഇബ്നു ഉമർ നീ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാവണം, ഒരു അപരിചിതനായ ഒരു മനുഷ്യനെ പോലെയാവണം നീ. എന്തേ അത്? നേരം വെളുത്താൽ നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത്. വൈകുന്നേരമായാൽ നേരം വെളുക്കുമെന്ന പ്രതീക്ഷയും നിനക്ക് വേണ്ട. പ്രഭാതമായാൽ നീ പ്രദോഷത്തെ പ്രതീക്ഷിക്കണ്ട, പ്രദോഷമായാൽ നീ പ്രഭാതത്തെയും പ്രതീക്ഷിക്കണ്ട എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാം. 60-70 കൊല്ലം ഏറിപ്പോയാൽ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നു. 90 വർഷം 100 വർഷം നമ്മൾ ജീവിച്ചാൽ തന്നെ അത്രയേ ഉള്ളൂ. ശാശ്വതമായ ലോകത്തേക്കുള്ള കാൽവെപ്പിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് സഹോദരങ്ങളെ നമ്മൾ ഗൗരവമായി ആലോചിക്കണം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവ് എന്നുള്ളത് അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, പരലോകത്തേക്ക് വേണ്ടിയുള്ള കൃഷിയിടമാണ് ഈ ദുനിയാവ്. അമലുകളാകുന്ന വിത്ത്, വിശ്വാസമാകുന്ന വിത്ത്, സൽസ്വഭാവമാകുന്ന വിത്ത് ഈ ഭൂമിയിൽ നമ്മൾ ഇറക്കിയാൽ സഹോദരങ്ങളെ അതിന്റെ ഫലം നാളെ പരലോകത്ത് നമുക്ക് കൊയ്തെടുക്കാമെന്നർത്ഥം. ആഖിറമാണ് യഥാർത്ഥത്തിൽ ഖൈറുള്ളത്, വിചാരണയുടെ ലോകത്തിന് ശേഷമുള്ളതാണ് യഥാർത്ഥത്തിൽ ഖൈറുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ والآخرة خير وأبقى بل تؤثرون الحياة الدنيا. മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന, മനുഷ്യനേറെ പ്രാധാന്യത്തോടെ കാണുന്ന ദുനിയാവ് എന്ന ആ ഒരു സംവിധാനത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഈ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവരോട് റബ്ബ് പറയാണ്, വൽ ആഖിറതു ഖൈറു വഅബ്ഖാ, ബാക്കിയാകുന്നതും നിലനിൽക്കുന്നതും പരലോകമാണ്. സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിടത്ത് ശാശ്വതമായ ലോകം എന്നുള്ളത് പരലോകമാണെന്ന്, അതേ നിലനിൽക്കുന്നത് പരലോകമാണെന്ന്, ആ പരലോകത്ത് സ്വർഗം നേടാൻ വേണ്ടി ഒരുങ്ങണമെന്ന പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ കൽബിനോട് ചോദിക്കണം, നമ്മുടെ മനസ്സിനോട് ചോദിക്കണം. പക്ഷെ അള്ളാഹ് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? മനുഷ്യർ ഈ ഭൂരിപക്ഷത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് അള്ളാഹ് പഠിപ്പിക്കുന്ന വാചകം ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറു വഅബ്ഖാ, ബാക്കിയാകുന്നതും നിലനിൽക്കുന്നതും പരലോകമാണെന്ന് പഠിപ്പിച്ച റബ്ബ് തന്നെ ബോധ്യപ്പെടുത്തുന്നത് കാണാം. ഇന്നഹാ ഉലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീലാ. അള്ളാഹ് പഠിപ്പിക്കുന്ന വാക്ക് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ദഹർ എന്ന പേരുള്ള സൂറത്തുൽ ഇൻസാനിലൂടെ അള്ളാഹ് ബോധ്യപ്പെടുത്തുകയാണ്. എന്താ പറഞ്ഞത്? ഇന്നഹാ ഉലാഇ യുഹിബ്ബൂനൽ ആജില, ക്ഷണികമായ ജീവിതത്തെ മനുഷ്യർ ഇഷ്ടപ്പെടുന്നു. വയദറൂന വറാഅഹും യൗമൻ സഖീലാ, മനുഷ്യന്റെ പിന്നിൽ വരാനിരിക്കുന്ന ഭാരമേറിയ ദിവസത്തെ മനുഷ്യൻ മറന്നു കളയുകയും ചെയ്യുന്നു. പരലോകത്തെ മറക്കുക, ഖബറിനെ മറക്കുക. യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂറ, അമ്പരച്ചുംബികളായ കൊട്ടാരങ്ങളെ മനുഷ്യർ ഇഷ്ടപ്പെടുന്നു. 6 അടി മണ്ണാകുന്ന ഖബറിനെ മറന്നു കളയുന്നു. പടച്ചോൻ പറയുന്ന വാക്ക, അള്ളാഹ് പഠിപ്പിച്ച വാചകമാണ്. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മനസ്സിനോട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ആയത്തുകളെ വിശദീകരിച്ച് പറഞ്ഞതാണ്, ഭൂരിപക്ഷത്തിന്റെ ചിന്താഗതിയെ കുറിച്ച് പറഞ്ഞതാണ്. ഖബറിനെ മറന്നു കളയുകയും 6 അടി മണ്ണാകുന്ന ഖബറിനെ മറന്നു കളയുകയും കൊട്ടാരങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മനുഷ്യന്മാർ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയത്തിലെ ദുനിയാവിൽ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സഹോദരങ്ങളെ നമ്മൾ വിനിയോഗിക്കുന്ന സമയം എത്രയാണ്? ഇബാദത്തിന് വേണ്ടി,
അതേ ദഅവത്തിന് വേണ്ടി, സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി, ഒരു ദീനീ പഠനത്തിന് വേണ്ടി ഒക്കെ ഒരു ദിവസത്തിൽ നമ്മൾ 24 മണിക്കൂറിന് ഒന്ന് മാറ്റിവെച്ച് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായി നമ്മൾ ചെലവഴിക്കുന്ന സമയം നമുക്ക് ബോധ്യമാകും. എവിടെയാണ്, എന്തിനാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച്, രാവിലെ തന്റെ ഷോപ്പ് തുറക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങിപ്പോയാൽ, തന്റെ ഓഫീസിലേക്ക് ഒരാൾ പോയാൽ, തന്റെ ജോലി സ്ഥലത്തേക്ക് ഒരാൾ എത്തിപ്പെടുമ്പോ അങ്ങോട്ട് കയറുന്ന സമയത്ത് പിറുപിറുക്കാതെ നല്ല മനസ്സോടെ, അല്ലാഹ് എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പോവുകയാണ്, എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, എന്റെ മക്കൾക്ക് വേണ്ടി അന്നത്തിന് വേണ്ടി ഞാൻ ഓടുകയാണ്, അവരുടെ ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഓടുകയാണ് ഈ ദുനിയാവിൽ. പടച്ചറപ്പേ, എനിക്ക് നീ പ്രതിഫലം തരണേ എന്നൊരു നിയ്യത്തുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും നല്ല സ്വതക്ക നീ നിന്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്ന്, കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിക്കുന്നതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. രാവിലെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് ഭാര്യ അടുക്കളയിലേക്ക് പ്രവേശിക്കുമ്പോ, അടുക്കളയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ നിയ്യത്ത് വേണം. എന്താ നിയ്യത്ത്? പിറുപിറുക്കാതെ, ആരെയും വഴി പറയാതെ, ആരെയും ശപിക്കാതെ അടുക്കളയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ കൽബിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ, എന്റെ ഭർത്താവിന്, എന്റെ ഭർത്താവിന്റെ ഉമ്മാക്ക്, എന്റെ ഭർത്താവിന്റെ ഉപ്പാക്ക്, എന്റെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതാ എന്റെ അടുക്കളയിലേക്ക് പ്രവേശിക്കുകയാണ്, അല്ലാഹുവേ എനിക്ക് നീ കൂലി തരണേ പടച്ചോനെ, എന്റെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുണ്യകർമ്മമാണ്. ആ നിയ്യത്തിൽ ആരാണ് അധ്വാനിക്കാൻ പോകാറുള്ളത്? ആ നിയ്യത്തിൽ ആരാണ് സഹോദരങ്ങളെ അടുക്കളയിൽ പണിയെടുക്കാറുള്ളത്? എല്ലാത്തിനും പ്രതിഫല, എല്ലാത്തിനും കൂലിയാണ്. അങ്ങനെ ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാവണം നമ്മുടെ ദുനിയാവിന്റെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടത്. അള്ളാഹു വിലക്കിയതിനെ വിലക്കി, ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കി അള്ളാഹു അനുവദിച്ചതിനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദുനിയാവിനെ നന്നായി, ദുനിയാവിലെ ജീവിതത്തെ നന്നായി പരിശോധനയ്ക്ക് വിധേയമാക്കുക, എല്ലാ ഹറാമുകളിൽ നിന്നും ജീവിതത്തെ മാറ്റി നിർത്തുക, എന്നിട്ട് നന്മയുടെ വാഹകരായി ദുനിയാവിൽ നമ്മൾ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, സമയം കൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി, അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാവണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്ന പാഠമാണ്. നിങ്ങൾ നോക്കൂ, മരണം എന്ന സത്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് നിമിഷവും കടന്നു വരും. ഈ ദുനിയാവിൽ നമ്മൾ ആരും ശാശ്വതമായി ജീവിക്കൂല. ഖുർആൻ പറഞ്ഞത് കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സുകളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യുന്ന. മരിക്കാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടാവും, നിലനിൽക്കും? ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ പറയുന്ന വാചകം കാണാം, ഈ ദുനിയാവിൽ നിന്ന് എല്ലാവരും മരിക്കും. വലൗ കാനത്തി ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ദുനിയാവിൽ ബാക്കിയാകേണ്ടത് റസൂലായിരുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയി എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന വാചകങ്ങൾ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരിക്കും. ഒരു ദിവസം മയ്യത്ത് കട്ടിലേറി തോളിൽ, ആളുകളുടെ തോളിൽ ചുമന്ന് 6 അടി മണ്ണാകുന്ന ഖബറിലേക്ക് നമ്മുടെ ശരീരത്തെ ഇറക്കി വെക്കുന്ന ഒരു ദിവസം എല്ലാവർക്കും വരാനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. നീ ജുമുഅയിൽ നമ്മൾ ഈ പള്ളിയിൽ ഇരിക്കുന്നുവെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നമ്മളിൽ ആരുണ്ടാകും സഹോദരങ്ങളെ? ഇതുപോലെ ജുമുഅക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന, അതേ ഇബാദത്തിന് വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നവരിൽ നമ്മളിൽ എത്ര ആളുകൾ ഉണ്ടാവുന്ന ഗ്യാരണ്ടി പറയാൻ പറ്റാത്ത ആർക്കില്ല. وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. നാളെ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നതുപോലെ നിങ്ങളുടെ മരണം എങ്ങനെയാണെന്നും എവിടെ വെച്ചാണെന്നും ഏത് രൂപത്തിലാണെന്നും പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഉണർത്തിയതാണ്. അതുകൊണ്ട് നബി അവരോട് പറഞ്ഞു കൊടുക്കണം, മനുഷ്യനോട്, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തെ പേടിച്ചിട്ടാണോ അവർ ഓടിയകലുന്നത്, ആ മരണം അവരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും.
ആ മരണം കണ്ടുമുട്ടുക തന്നെ ചെയ്യും. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ എല്ലാ തോന്നിവാസങ്ങളിലും ഏർപ്പെടാമായിരുന്നു. അങ്ങനെ ജീവിതമില്ലെങ്കിൽ എന്തും ചെയ്യാമായിരുന്നു ദുനിയാവിൽ. പക്ഷെ അല്ലാഹു പഠിപ്പിച്ചു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥൻ നമ്മളോട് പറഞ്ഞു, നമുക്ക് അന്നം നൽകി, വെള്ളം നൽകി, വായു നൽകി, എല്ലാ സൗകര്യങ്ങളെയും ഈ ഭൂമിയിൽ വിധാനിച്ചു തന്ന റബ്ബ് പറഞ്ഞു, അങ്ങനെ ഒരു ലോകമുണ്ട്, അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട്. അന്നാറു ഹഖ്ഖുൻ വൽ ജന്നത്തു ഹഖ്ഖുൻ. സ്വർഗ്ഗം സത്യമാണ്, നരകം സത്യമാണ്, വിചാരണ സത്യമാണ്, ബർസഖിലെ ശിക്ഷകൾ, രക്ഷകൾ സത്യമാണ് എന്നൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ ശുദ്ധീകരിക്കേണ്ടത് അനിവാര്യമാണ്. മരിക്കും, മരണം ഏത് സെക്കൻഡിലും ഏത് നിമിഷത്തിലാണ് നമ്മളിലേക്ക് കടന്നു വരാന്ന് പറയാൻ പറ്റൂല. നാളെ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് വിതുമ്പാനും കരയാനും ആളുകളുണ്ടാവും, പൊട്ടിക്കരയാൻ ആളുകളുണ്ടാകും, സങ്കടപ്പെടാൻ ആളുകളുണ്ടാകും. ആളുകൾ കരഞ്ഞോ കരഞ്ഞില്ലേ എന്നുള്ളതല്ല സഹോദരങ്ങളെ പ്രശ്നം. ആളുകൾ വിതുമ്പിയോ വിതുമ്പിയില്ലേ എന്നുള്ളതല്ല പ്രശ്നം. എന്റെ ഖബറിലേക്ക് എന്റെ ശരീരത്തെ വെച്ച് കഴിഞ്ഞാൽ പരലോകത്തേക്ക് വേണ്ടി എന്ത് പാതയുമുണ്ട് എന്റെ കയ്യിൽ, ആഖിറത്തിലേക്ക് വേണ്ടി ഞാൻ എന്തു നേടിയിട്ടുണ്ട്. നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, നമ്മുടെ ഖൽബിനോട് ചോദിക്കണം. അതനുസരിച്ച് നമ്മുടെ കുടുംബജീവിതം നന്നാക്കണം, അതനുസരിച്ച് നമ്മുടെ വ്യക്തിജീവിതം നന്നാക്കണം, അതനുസരിച്ച് നമ്മുടെ സാമ്പത്തിക മേഖല ശരിപ്പെടുത്തണം. അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളെയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സലഫുകൾ ജീവിച്ചതുപോലെ ആ ചട്ടക്കൂടിൽ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം. എങ്കിലേ രക്ഷയുള്ളൂ, എങ്കിലേ രക്ഷയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ടു വാ. എങ്ങട്ടാ ധൃതിപ്പെട്ടു വരേണ്ടത്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്ന. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്കും അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു വന്നു. ഏതാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം? ഏതാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളെക്കാൾ വിശാലമാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം. ആകാശഭൂമികളെക്കാൾ വിശാലം. ഒരു സ്വർഗ്ഗത്തിന്റെ വിശാലത റബ്ബ് പറഞ്ഞതാണ്. ജിഹാദിന്റെ വ്യക്തികൾക്ക്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെട്ടവർക്ക് അങ്ങനെയുള്ള 100 സ്വർഗ്ഗങ്ങൾ നൽകുന്നതാണ് പരലോകത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുക. ആ സ്വർഗ്ഗം ആർക്കാ കിട്ടുന്നറിയോ? ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗ്ഗത്തെ അല്ലാഹു പരിചയപ്പെടുത്തി റബ്ബ് പറഞ്ഞു, ഉഇദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം. തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം. അതുകൊണ്ട് സഹോദരങ്ങളെ, തഖ്വ വേണം, തഖ്വ വേണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഉണർത്തിയ ആ തഖ്വയെ സംബന്ധിച്ചുള്ള ബോധവും നമുക്ക് വേണം. സ്വർഗ്ഗം ഒരുക്കി വെച്ച റബ്ബ് നമ്മളെ വിളിക്കുകയാണ്, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. സ്വർഗത്തിലേക്ക് പോരി, സമാധാനത്തിന് ദാറുസ്സലാമിനെ പരിചയപ്പെടുത്തി റബ്ബ് സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്ത് അദ്ദേഹം നൽകിയ സംഭാവനകളും ഇസ്ലാമിക ലോകത്ത് അബൂ ഹുറൈറയെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ബോധമുള്ള ആളുകളാണ് നമ്മളൊക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി അബൂ ഹുറൈറ രാത്രി നിസ്കാരത്തിൽ മുഴുകാറുണ്ടായിരുന്നു. ഹബീബിന്റെ കൂടെ നടന്ന് ഇൽമു നേടിയ വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഈ ലോകത്തിന് സമ്മാനിച്ച വ്യക്തിത്വമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ നേരം ചരിത്രം പഠിപ്പിക്കുന്നത് കാണാം. മരണത്തിന്റെ നേരത്തെ കണ്ണിന് കണ്ണീരിങ്ങനെ ചാലിട്ടൊഴുകുക. കരയുന്ന നേരത്ത് ചുറ്റിലും നിന്ന് സ്വഹാബികൾ ചോദിച്ചു, അല്ല അബൂ ഹുറൈറ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്തിനാണ് അബൂ ഹുറൈറ നിങ്ങൾ കരയുന്നത്? ഈ വഫാത്താകുന്ന സമയത്ത് എന്തിന് കരയണം? മരണത്തെ പേടിച്ചിട്ടാണോ? എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കരയാനുള്ള കാരണം എന്റെ ജീവിതം ധന്യമായിരുന്നു. റസൂലിന്റെ കൂടെയാണ് ഞാൻ ജീവിച്ചത്. പക്ഷേ ഞാൻ മരിക്കാനുള്ള കാരണം, ഞാൻ കരയാനുള്ള കാരണം, ഞാൻ ഇവിടുന്ന് യാത്രയാകുന്ന ഈ ഒരു സമയത്ത് എന്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത, ഞാൻ സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഇനി ഒരുപാട് കടമ്പകൾ ഞാൻ താണ്ടിക്കടക്കണം, ഒരുപാട് കടമ്പകൾ കടന്ന് ഞാൻ പോണം. എന്റെ ബേജാറ്, എന്റെ പേടി, വൽ മൗതു ഖരീബ്, മരണം എന്നിലേക്ക് അടുത്തു. ഈ ദുനിയാവിൽ ഇബാദത്തുകൾ ചെയ്യാനുള്ള സമയം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക.
ഇനി ഈ ദുനിയാവിൽ അമലുകൾ ചെയ്യാനുള്ള അവസരം എനിക്കില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ചെയ്തു പോയ അമലുകൾ എന്റെ റബ്ബെങ്ങാനും സ്വീകരിച്ചില്ലെങ്കിലോ അതിന് വല്ല ന്യൂനതകളും ഉണ്ടെങ്കിലോ എന്നോർത്ത് വിതുമ്പുന്ന സ്വഹാബിയെ ചരിത്രം പഠിപ്പിക്കുന്നുവെങ്കിൽ ആഖിറത്തിനെ ഓർത്ത് കണ്ണുനീർ പൊലിച്ച് ഈ ഭൂമിയിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ച എത്ര ആളുകളുണ്ട് സഹോദരങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ. പരലോകത്തെ ഓർത്ത് കരഞ്ഞവർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന വാചകമത. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അത്താഉസ്സലം റളിയല്ലാഹു അൻഹു നമ്മൾ കേട്ടിട്ടുണ്ട്. പുതപ്പ് നെയ്ത് ആ പുതപ്പിനെ വിരിച്ചിട്ട് കൊടുത്ത് ആളുകളുടെ മുന്നിൽ വില പറയുന്ന നേരത്ത് പുതപ്പിന്റെ ന്യൂനത പറഞ്ഞപ്പോ പുതപ്പിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, നീ വിരിച്ചിട്ട ബെഡ്ഷീറ്റിന്, നീ കച്ചവടം ചെയ്യുന്ന ബെഡ്ഷീറ്റിന് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് വാങ്ങാൻ ഉദ്ദേശിച്ച വ്യക്തി അതിന് വില പറയുന്ന കൂട്ടത്തിൽ അതിന്റെ ന്യൂനത പറഞ്ഞപ്പോ അത്താഉസ്സലം റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. എന്തിനാ കരഞ്ഞതെന്നറിയോ? അതേ ആ പുതപ്പിന്റെ ന്യൂനത പറഞ്ഞത് കൊണ്ടല്ല. അദ്ദേഹം പറയാണ്, എന്റെ അമലുകൾ എന്റെ റബ്ബിന്റെ കോടതിയിൽ കൊണ്ടുപോയി ഇതുപോലെ വിരിച്ചിട്ടതിനെ കണക്ക് പറയുന്ന സമയത്ത് എന്റെ അമലുകൾക്കെങ്ങാനും എന്റെ റബ്ബ് ന്യൂനത പറഞ്ഞാലോ, എന്റെ ഇബാദത്തെങ്ങാനും അവൻ സ്വീകരിച്ചിട്ടില്ലെങ്കിലോ രണ്ടാമത് ഈ ദുനിയാവിൽ വന്ന് ഇബാദത്ത് ചെയ്യാനുള്ള അവസരം എനിക്ക് ഉണ്ടാവില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ഈ ന്യൂനത പറഞ്ഞപ്പോ, പുതപ്പിന്റെ ന്യൂനത പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഓർമ്മ വന്നത് പരലോകമാണ്. സഹോദരങ്ങളെ, സ്വഹാബികളുടെ ജീവിതം അങ്ങനെ ക്രമീകരിച്ചു, അവരുടെ ജീവിതം അങ്ങനെ ചിട്ടപ്പെടുത്തി. നമ്മൾ എന്തു നേടിയെന്ന് നമ്മൾ നമ്മുടെ കൽബിനോട് സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കണം, വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഒരുങ്ങണം സഹോദരങ്ങളെ, സ്വർഗത്തിന് വേണ്ടി നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരുക്കണം, നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒരുക്കണം. നമ്മൾ കൃത്യമായ പ്ലാനോടുകൂടി ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് കേറിയിരുന്നിടത്തല വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യം ഉണ്ടാവും. പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന, നമ്മളെ ഓർമ്മപ്പെടുത്തിയിരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസരംഗം ശരിപ്പെടുത്തുന്ന ആളുകൾക്ക് മാത്രമാണ് ആഖിറത്തിൽ വിജയമുള്ളൂ. പരലോകത്തെ വിജയം കുറെ അമലുകൾ ചെയ്തു എന്നല്ല, വിശ്വാസത്തോടുകൂടി വിശ്വാസത്തിൽ ന്യൂനതകളില്ലാതെ ജീവിതത്തെ ക്രമീകരിക്കണം. അഖീദ നന്നാവാതെ ഒരിക്കലും ആഖിറം വെളിച്ചപ്പെടൂല, ആഖിറത്തിൽ വിജയിക്കാൻ കഴിയില്ല. അഖീദയുടെ ബേസിക് എന്ന് പറയുന്നത് വിശ്വാസ രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊരു താരാട്ടുപാട്ട് പാടാൻ വേണ്ടിയുള്ള കലിമത്തല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊരു ആദർശമാണ്. ആ ആദർശത്തെ നെഞ്ചിലേറ്റാൻ നമുക്ക് കഴിയണം. കെട്ടി ഉയർത്തിയ മഖ്ബറകളുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ആദർശത്തിന്റെ എതിരാണ്. അസുഖം വന്നാൽ ശരീരത്തിൽ നൂലുകൾ ബന്ധിച്ച് തന്റെ ജീവിതത്തിന്റെ പരമേൽപ്പിക്കുന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട തവക്കുലിനെ കയ്യിൽ കെട്ടുന്ന 2 രൂപയുടെ നൂലിലേക്ക് സമർപ്പിക്കുന്നത് പച്ചയായ ശിർക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരാണ്. വിശ്വാസരംഗം ശരിപ്പെടുത്തണം. അല്ലാഹു അല്ലാത്തവരെ തൊട്ട് സത്യം ചെയ്യുന്നത് ശിർക്കാണ്, പാപമാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ റബ്ബേ എന്ന് ഖൽബിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കേണ്ട വിളിക്ക് പകരം അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും വ്യക്തികളെയോ റബ്ബല്ലാത്ത ഏതെങ്കിലും ശക്തികളെയോ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും വസ്തുക്കളെയോ ഒരാൾ വിളിച്ചാൽ ആ വിളിക്ക് പറയുന്ന പേരാണ് ശിർക്ക്.
ആ ശിർക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ വിരുദ്ധമായ വിശ്വാസം. ആ വിശ്വാസം സ്വീകരിച്ചവനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഇന്നഹു മയ്യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ. ഇന്നഹു മയ്യുശ്രികു ബില്ലാഹ്, ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത്, ആരാണോ അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നത്, ഫഖദ് ഹറമല്ലാഹ്, അല്ലാഹു അവർക്ക് ഹറാമാക്കും. എന്തിനെ ഹറാമാക്കും? അൽ ജന്ന, സ്വർഗ്ഗത്തെ അല്ലാഹു ഹറാമാക്കും. സ്വർഗ്ഗത്തെ അല്ലാഹു ഹറാമാക്കും. വമഅവാഹുൻ നാർ, നരകമാണ് അവന്റെ സങ്കേതം, നരകത്തിലേക്കാണ് അവൻ പ്രവേശിക്കുന്നത്. വമാ ലിസ്സാലിമീന മിൻ അൻസാർ, നാളെ പരലോകത്ത് അവനെ സഹായിക്കാൻ ആരും അവന്റെ കൂടെ ഉണ്ടാവില്ലെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുക. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുക. സ്വർഗം ഹറാമാക്കും. എന്തിനാ നിസ്കരിച്ചത്? സ്വർഗം കിട്ടാനാണ്. എന്തിനാ സദഖ ചെയ്തത്? സ്വർഗം കിട്ടാനാണ്. എന്തിനാണ് സഹോദരങ്ങളെ ഇസ്ലാമിക വേഷവിധാനം സ്വീകരിച്ച് ജീവിച്ചത്? സ്വർഗം കിട്ടാനാണ്. എന്തിനാണ് ദിക്റുകൾ ചൊല്ലിയത്? സ്വർഗം കിട്ടാനാണ്. നമ്മുടെ ഇബാദത്തുകളെ സംബന്ധിച്ച് ഇങ്ങനെ ചോദിച്ചാൽ എല്ലാത്തിന്റെയും മറുപടി സ്വർഗം 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 എന്നാണെങ്കിൽ ആ ഇബാദത്തുകളെ മുഴുവനും ഒരു ഓട്ടബക്കറ്റിലേക്ക് വെള്ളമൊഴിച്ചു വെച്ചതുപോലെ അടിയിലൂടെ ഒലിച്ചു പോകുന്നു. ഈ ഇബാദത്തുകളൊക്കെ ചെയ്തിട്ട് ഒരു ശിർക്കിന്റെ അംശം അതിലേക്ക് പോയാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യഹ്ബത്തുൻ അമലുക, എല്ലാ അമലുകളും ബാത്തിലാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നാളെ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. നിസ്കരിച്ചിട്ട് നരകം നേടുന്നവർ, സദഖ ചെയ്തിട്ട് നരകം നേടുന്നവർ, ഇബാദത്തുകൾ ചെയ്തിട്ട് നരകം നേടുന്നവർ, വിശ്വാസരംഗത്ത് പിഴവ് സംഭവിച്ചതിന്റെ പേരിൽ നരകം നേടുന്നവർ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അതുകൊണ്ട് വിശ്വാസം ശരിപ്പെടുത്തുക, അമലുകൾ നന്നാക്കുക. ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ അവന്റെ പിന്നാലെ ഖബറിലേക്ക് പോകും, ഖബർ വരെ പോകും. ഇത്ബഉൽ മയ്യിത സലാസ, ഒരു മയ്യത്തിന് 3 കാര്യങ്ങൾ അനുഗമിക്കുമെന്നാണ്. 3 കാര്യങ്ങൾ മയ്യത്തിന് അനുഗമിക്കും. ഏതൊക്കെയാണത്? അഹ്ലുഹു വമാലുഹു വഅമലുഹു. 1 അഹ്ലാണ്, അവന്റെ കുടുംബക്കാരാണ്. 2 വഅമലുഹു, 2 വമാലുഹു, അവന്റെ ധനമാണ്. 3 വഅമലുഹു, അവന്റെ അമലുകളാണ്. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയർജിഉ ഇസ്നാനി, 2 എണ്ണം അവിടുന്ന് മടങ്ങിപ്പോരും. വയബ്ഖാ വാഹിദൻ, ഒന്നവന്റെ ഖബറിൽ ബാക്കിയാകും. ഒന്നവന്റെ ഖബറിൽ ബാക്കിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫയർജിഉ, മടങ്ങിപ്പോരുന്ന 2 എണ്ണം, അഹ്ലുഹു വമാലുഹു, അവന്റെ അഹ്ലും അവന്റെ മാലും അവന്റെ ധനവും അവന്റെ കുടുംബവും ഖബറിന്റെ അവിടെ നിന്ന് തിരിച്ചു പോരും വീട്ടിലേക്ക്. ഉപ്പാന്റെ മയ്യത്ത് ഖബറിൽ വെച്ചിട്ട് ഒരു മോനും പറയില്ല എന്റെ ഉപ്പാന്റെ ഖബറിലേക്ക് ഞാനും പോവുകയാണെന്ന് ഒരു മകനും അവകാശപ്പെടൂല. നമ്മൾ ഉണ്ടാക്കി വെച്ച സമ്പത്തുകളൊന്നും ഖബറിൽ വെച്ച് മൂടൂല. അതൊക്കെ മക്കൾ അവകാശപ്പെട്ട് അവരുടെ അനന്തര സ്വത്തായി അവർ വിഹിതിച്ചെടുക്കും. സഹോദരങ്ങളെ, ബാക്കിയാകുന്നതെന്താ? അമലുകളാണ് ബാക്കിയുള്ളത്, വിശ്വാസമാണ് ബാക്കിയുള്ളത്, സൽസ്വഭാവമാണ് ബാക്കിയുള്ളത്. എന്തുണ്ട് നമ്മുടെ കൈകളിൽ? എന്തുണ്ട് നമ്മുടെ കൈകളിൽ? 3 കാര്യങ്ങൾ. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ മരിച്ചാൽ ഖബറിലേക്ക് 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ഈ ഭൂമിയോടെ കൊണ്ടുപോകും. 3 കാര്യങ്ങൾ നമ്മുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. 3 കാര്യങ്ങൾ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. 1 സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സദഖയാണ്. ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്താൽ, നല്ല ഒരു ദാനധർമ്മം ചെയ്താൽ നിലനിൽക്കുന്ന സദഖകൾ നമ്മുടെ ഖബറിലേക്ക് അതിന്റെ ഫലം കിട്ടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തത് ഉപകാരപ്രദമായ അറിവ് നമ്മുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നാഫിയായ ഇൽമ്. ഏതാണ് നാഫിയായ ഇൽമ്? ഒരു ദീൻ പഠിച്ച് ആ ദീൻ നമ്മുടെ ജീവിതത്തിൽ പകർത്തി അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്തോറും നമ്മുടെ അക്കൗണ്ടിലേക്ക് അതിന്റെ പ്രതിഫലം ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ കാര്യം സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, സ്വാലിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥന നമ്മുടെ വീടുകളിലേക്ക് പോകണം. നമ്മുടെ മക്കളെ പരിശോധിക്കണം. മക്കളുടെ ജീവിതം ദീനിയായ രൂപത്തിലല്ലെങ്കിൽ സഹോദരങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു എന്നാണ്. സ്വാലിഹായ സന്താനങ്ങളാവണം. അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതം പരിശോധിക്കുക, വ്യക്തി ജീവിതം പരിശോധിക്കുക. മരണത്തെ ഓർത്ത് പരലോകത്ത് സ്വർഗം നേടണമെന്ന
കൃത്യമായ വാശിയോടെ പ്രതീക്ഷയോടെ ജീവിക്കുക. അല്ലാഹു ആ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. വിശ്വാസവും കർമ്മവും ഒക്കെ ശരിപ്പെടുത്തി ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുവഹ്ഹിദീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.